ഹലോ പ്രിൻസ് ആണ്. ഞാനിപ്പോൾ ഉള്ളത് ആതിരപ്പള്ളിയിലാണ്. ആതിരപ്പള്ളിയിലെ സ്റ്റെർലിംഗ് ആതിരപ്പള്ളി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ. നിങ്ങൾ ആതിരപ്പള്ളിയിൽ അക്കോമഡേഷൻ നോക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്ഷനാണ് സ്റ്റെർലിംഗ് ആതിരപ്പള്ളി എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഈ ഒരു പ്രോപ്പർട്ടി ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു 8 months ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ റൂഫ് ടോപ്പിലാണ്. ഈ ഒരു റൂഫ് ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ അതുണ്ടോ, അവിടെ നമുക്ക് ആതിരപ്പള്ളി വാട്ടർഫോളിൻ്റെ നല്ല ക്ലിയർ വ്യൂ കിട്ടും. അതേപോലെ തന്നെ ഈ ഒരു ഇൻഫിനിറ്റി പൂളും. ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രത്യേകത. 5 കാറ്റഗറിയിലായിട്ട് 30 റൂംസാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഈ റിസോർട്ടിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊന്ന് കാണാം. ആതിരപ്പള്ളി റിവറിനോട് ഭയങ്കര ക്ലോസ്ഡ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബൗണ്ടറി തന്നെ ജസ്റ്റ് എന്താ പറയുക, റിവർ ആണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈവനിങ് ടൈമോ ഇല്ലെങ്കിൽ ഒരു മോർണിംഗ് ടൈമോ ഒക്കെ നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു റിവറിനോട് ചേർന്നിട്ടുള്ള പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കേട്ടോ ഇത് കണ്ടോ. ഇതൊക്കെ നമ്മുടെ റൂംസിന്റെ ബാൽക്കണിയാണ് നമ്മൾ ഈ ഒരു വിഷ്വലിൽ കാണുന്നത്. നമ്മുടെ പ്രോപ്പർട്ടിയുടെ മെയിൻ എൻട്രൻസ് ഏരിയ ആണ്. ജസ്റ്റ് നമ്മൾ ഈ ഒരു എൻട്രൻസിൽ കൂടി അകത്തേക്ക് വരുന്ന സമയത്ത് ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ റിസപ്ഷൻ ഏരിയ. റിസപ്ഷൻ ഏരിയ ആണെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഗ്ലാസ് കവേർഡ് ആയിട്ടുള്ള ഒരു റിസപ്ഷൻ ഏരിയ ആണ്. ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ റിസപ്ഷൻ ഏരിയ. ഈ ഒരു റിസപ്ഷന്റെ സൈഡിലായിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യണതെന്ന് ജസ്റ്റ് ഒരു ബോർഡിൽ ഇവർ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ഈ ഒരു റിസപ്ഷന്റെ സൈഡിലായിട്ട് നമുക്കൊരു കോഫി ഷോപ്പും കൂടി ഉണ്ട്. ഇതാണ് ഇവിടുത്തെ കോഫി ഷോപ്പ്. ഈ ഒരു കോഫി ഷോപ്പിന്റെ ഏരിയയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഒരു എൻട്രൻസ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് നമ്മൾ പുറത്തേക്ക് വരുന്ന സമയത്ത് ഇതേപോലെ ഒരു ലോൺ സ്പേസിലേക്കാണ് നമുക്ക് എത്താൻ പറ്റുക. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു റിവറിന്റെ അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂവും ആ ഒരു ആംബിയൻസും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇതാണ് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു ഓവർവ്യൂ കാണുന്നത്. നമ്മളെ കംപ്ലീറ്റ് ബാൽക്കണീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ഫേസിങ് ആണ് കുറച്ച് റൂംസിന്റെ. അപ്പൊ ഈ ഒരു സൈഡിലുള്ള റൂംസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിവർ വ്യൂ ആയിട്ടാണ് കിട്ടുക. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ നേരത്തെ കണ്ട ഒരു ബാൽക്കണീസ് ഇല്ലേ, ആ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു നാച്ചുറൽ വ്യൂ ഒക്കെയാണ് നമുക്ക് ആ ഒരു ഏരിയയിൽ കിട്ടുക. ദെൻ നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഓപ്പൺ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ റെസ്റ്റോറൻറ്റിന്റെ ഔട്ട് സൈഡിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റൈൽ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഈ ഒരു ഓപ്പൺ റെസ്റ്റോറൻറ്റിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഒരു ഏരിയയിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിവർ വ്യൂ ഒക്കെ കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും. ദെൻ നമുക്ക് ഇവിടെ ഒരു ഇൻഡോർ ഗെയിം സോൺ ഉണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു ലൈബ്രറി സ്പേസ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഇൻഡോർ ഗെയിം സോണും അതേപോലെ തന്നെ ലൈബ്രറി ഏരിയയും. ഇത് രണ്ടും കൂടി ഒരു സ്പേസിലാണ് വരുന്നത്. ദെൻ നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു ബില്യാർഡ് ടേബിളും കൂടി ഉണ്ട്. ഇതാണോ, ഇതാണ് ഇവിടുത്തെ ബില്യാർഡ് ടേബിൾ. ഇനി നമുക്ക് ഇവിടുത്തെ റൂംസും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണാം. ഇവിടെ സ്റ്റാർട്ടിംഗ് കാറ്റഗറി പ്രീമിയർ റൂം എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഇതാണ് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് കാറ്റഗറി ആയിട്ടുള്ള പ്രീമിയർ റൂം എന്ന് പറയുന്ന കാറ്റഗറി റൂം. ഈ ഒരു പ്രീമിയർ റൂമിനകത്തേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് ഇതാണ് ഈ ഒരു റൂമിന്റെ ഇന്റീരിയർ ഇൻസൈഡ് വരുന്നത്. ഈ ഒരു റൂമിന്റെ ഇന്റീരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള രീതിയിൽ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു റൂമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ ഇത്. ഈ ഒരു റൂമിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7,000 rupees മുതലാണ് ഈ ഒരു റൂമിന്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യണത്. നമുക്ക് നോർമലി നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇവിടുത്തെ റേറ്റ് വന്നിട്ട് ഡൈനാമിക് റേറ്റ്സ് ആണ്. സീസൺ ഓഫ് സീസൺ റേറ്റിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. നോർമലി നമുക്ക് എന്താ പറയുക, ചില സമയത്ത് ഒരു 6,000 6,500 ആ ഒരു റേഞ്ചിലും ഈ ഒരു റൂം അവൈലബിൾ ആണ്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു എമ്യൂണിറ്റീസും അതേപോലെ തന്നെ ഒരു ക്വാളിറ്റിയും ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അത് ആപ്റ്റ് ആയിട്ടുള്ള ഒരു റേറ്റിംഗ് ആണിത്. ഇതാണ് ഈ ഒരു റൂമിന്റെ ഓവറോൾ ഒരു ഇന്റീരിയർ വരുന്നത്. ദെൻ റൂമിന്റെ സൈഡിലായിട്ട് നമുക്കൊരു ടീ കോഫി മേക്കർ, അതേപോലെ തന്നെ അയണിംഗ് ടേബിള്, മിനി ഫ്രിഡ്ജ് തുടങ്ങിയ എല്ലാവിധ എമ്യൂണിറ്റീസും നമുക്ക് ഈ ഒരു റൂമിനകത്തുണ്ട്. പിന്നെ സ്റ്റാർട്ടിംഗ് കാറ്റഗറി റൂം ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു റൂമിന് ബാൽക്കണി സ്പേസ് ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു ഗ്ലാസ് വിൻഡോസ് ആയിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് കർട്ടൻ മാറ്റി കഴിഞ്ഞാൽ ചെറിയൊരു നാച്ചുറൽ വ്യൂ എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് ഈ ഒരു റൂമിൽ നമുക്ക് വ്യൂ ഉണ്ടാവുക. ദെൻ നമുക്ക് ടോയ്ലറ്റ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ ഒരു റൂമിന്റെ ടോയ്ലറ്റ് സ്പേസ് വരുന്നത്. ടോയ്ലറ്റ് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ടോയ്ലറ്റ് സ്പേസ് ആണ്. അതേപോലെ തന്നെ മോഡേൺ എമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോയ്ലറ്റ് സ്പേസിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ നമുക്ക് നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഇൻഡൽജ് റൂം എന്ന് പറയുന്ന കാറ്റഗറി റൂമാണ്. നമുക്ക് ഇൻഡൽജ് റൂം എന്ന് പറയുന്ന കാറ്റഗറി റൂം ഒന്ന് കാണാം. ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് കാറ്റഗറി ആയിട്ടുള്ള ഇൻഡൽജ് റൂം എന്ന് പറയുന്ന കാറ്റഗറി റൂം. ഈ ഒരു റൂമിന്റെ ഇന്റീരിയർ ഇൻസൈഡ് നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പ്രീമിയർ റൂമായിട്ട് ഓൾമോസ്റ്റ് സിമിലർ ആണ്. വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. റൂമിന്റെ ഇന്റീരിയറും അതേപോലെ തന്നെ എമ്യൂണിറ്റീസ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് റൂം കുറച്ചും കൂടി സ്പേഷ്യസ് ആണ്. ദെൻ നമ്മൾ ടോയ്ലറ്റ് സ്പേസിലേക്ക് വരുവാണെങ്കിൽ ഇതാണ് ഈ ഒരു റൂമിന്റെ ടോയ്ലറ്റ് സ്പേസ്. ടോയ്ലറ്റ് സ്പേസിലാണെങ്കിലും പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും പറയാനില്ല. ഓൾമോസ്റ്റ് എമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ദെൻ നമുക്ക് മെയിൻ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു റൂമിന് നമുക്ക് വന്നിട്ട് അഡീഷണൽ ആയിട്ട് ഒരു ബാൽക്കണി സ്പേസ് ഉണ്ട്. ഈ ഒരു ബാൽക്കണി സ്പേസിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ്. ഇതൊരു ഗാർഡൻ വ്യൂ ആണ് ഈ ഒരു റൂമിന്റെ ബാൽക്കണി സ്പേസിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുക.
ആക്ച്വലി ഇൻഡൽജ് റൂം എന്ന് പറയുന്ന കാറ്റഗറിയിൽ ശരിക്കും നമുക്ക് ഗാർഡൻ വ്യൂവും അതേപോലെ തന്നെ റിവർ വ്യൂ ഉണ്ട്. ദെൻ ഇതാണ് ഇവിടുത്തെ റിവർ വ്യൂ എന്ന് പറയുന്ന കാറ്റഗറി റൂം. നമ്മൾ സ്റ്റേ ചെയ്ത റൂമാണിത്. നമ്മൾ സ്റ്റേ ചെയ്ത റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോർണിംഗ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. ഈ ഒരു റിവർ വ്യൂവിൽ സ്റ്റേ ചെയ്യുവാണെങ്കിൽ നമുക്ക് മോർണിംഗോ അല്ലെങ്കിൽ ഈവനിങ് ടൈമൊക്കെ കറക്റ്റ് ഈ ഒരു റിവറിൻ്റെ വ്യൂ ഒക്കെ കണ്ടിട്ട് സ്റ്റേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 കാറ്റഗറി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സബ്ജക്റ്റ് അവൈലബിലിറ്റി ആണ് ഏത് സൈഡിൽ റൂമാണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ സ്റ്റേ ചെയ്യാൻ വരുവാണെങ്കിൽ നമുക്ക് എന്താ പറയുക റിവർ വ്യൂ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ഈ ഒരു കാറ്റഗറി അവൈലബിൾ ഉണ്ടാവണം എന്നില്ല. ചിലപ്പോൾ നമുക്ക് ഗാർഡൻ വ്യൂ ആയിരിക്കും കിട്ടുക. ഇനി ഇവിടുത്തെ നെക്സ്റ്റ് കാറ്റഗറി 3rd കാറ്റഗറി എന്ന് പറയുന്നത് എലഗൻ സ്യൂട്ട് എന്ന് പറയുന്ന കാറ്റഗറി റൂമാണ്. ഇതാണ് ഇവിടുത്തെ എലഗൻ സ്യൂട്ട് എന്ന് പറയുന്ന കാറ്റഗറി റൂം. ഈ ഒരു റൂമിനകത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം സ്പേഷ്യസ് ആണ് ഈ ഒരു റൂം എന്ന്. നമ്മൾ ഫസ്റ്റ് കണ്ട പ്രീമിയർ റൂമില്ലേ, ആ ഒരു പ്രീമിയർ റൂം ഇൻറ്റു 2 ആണ് ഈ ഒരു റൂമിൻ്റെ സൈസ്. അത്രയും സ്പേഷ്യസ് ആണ് ഈ ഒരു റൂം. ദെൻ ഈ ഒരു റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റൂമിൽ വന്നിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ടൊരു ബാത്ടബും കൂടിയുണ്ട്. ഇതാണ് ഈ ഒരു റൂമിനകത്തെ ബാത്ടബിൻ്റെ ഏരിയ. ബാത്ടബിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഗ്ലാസ് വിൻഡോസ് ആണ് വരുന്നത്. ജസ്റ്റ് കർട്ടൻസ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് റിവർ വ്യൂ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ബാത്ടബ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു റിവർ വ്യൂ ഒക്കെ കണ്ടിട്ട് ഈ ഒരു ബാത്ടബ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു റൂമിൻ്റെ ഒരു ഡിസൈനിങ് ഉള്ളത്. ദെൻ ഈ ഒരു റൂമിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു റൂമിൻ്റെ ടോയ്ലറ്റ് സ്പേസ്. ഇതാണ് ഈ ഒരു റൂമിൻ്റെ ടോയ്ലറ്റ് സ്പേസ്. ടോയ്ലറ്റ് സ്പേസിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിലും പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ നേരത്തെ കണ്ട 2 റൂമിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള സൈസും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ എമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ദെൻ ഈ ഒരു റൂമിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ഒരു ബാൽക്കണി സ്പേസ് ഉണ്ട് ഈ ഒരു റൂമിൽ. ഇത് കണ്ടോ, ഞാനിപ്പോൾ ഉള്ളത് ഈ ഒരു റൂമിൻ്റെ ബാൽക്കണി സ്പേസിലാണ്. ഈ ഒരു ബാൽക്കണി സ്പേസിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ കണ്ടോ, നല്ല കിഡിലൻ റിവർ വ്യൂ കിട്ടുന്ന രീതിയിലുള്ളൊരു ബാൽക്കണി സ്പേസും കൂടി ഈ ഒരു റൂമിനുണ്ട് കേട്ടോ. അത്യാവശ്യം ഓപ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഹണിമൂൺ കപ്പിളൊക്കെ ആയിട്ട് വരുന്ന ആളുകളാണെങ്കിൽ അവർക്ക് എന്തുകൊണ്ടും നല്ല അടിപൊളി ഒരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു എലഗൻ സ്യൂട്ട് എന്ന് പറയുന്ന കാറ്റഗറി റൂം. ഇനി നമുക്കിവിടെ നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് 4th കാറ്റഗറി ആയിട്ടുള്ള ഇൻഡൽജ് സ്യൂട്ട് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഇൻഡൽജ് സ്യൂട്ടിൽ നമുക്ക് ആകെ ഒരു റൂം മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഞാനിവിടെ സ്റ്റേ ചെയ്യാൻ വന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റൂം ഒക്യുപ്പൈഡ് ആയിരുന്നു. 2 ദിവസം ഒരു ഗസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഹണിമൂൺ കപ്പിൾ എടുത്തിട്ട് അത് ഒക്യുപ്പൈഡ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് നമ്മുടെ ഇൻഡൽജ് സ്യൂട്ടിൻ്റെ ഇൻസൈഡ് ഇൻറ്റീരിയർ വരുന്നത്. ഞാൻ 2 ഫോട്ടോ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തതാണ്. മെയിൻ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലഗൻ സ്യൂട്ടും അതേപോലെ തന്നെ ഇൻഡൽജ് സ്യൂട്ടും തമ്മിൽ ഇൻറ്റീരിയറിൽ ചെറിയ ഡിഫറൻസും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ എലഗൻ സ്യൂട്ടിൽ വന്നിട്ട് നമുക്ക് ബാത്ടബാണുള്ളത്. ഇൻഡൽജ് സ്യൂട്ടിൽ വന്നിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ജാക്കുസി ഉണ്ടാവും. അതേപോലെ തന്നെ ബാൽക്കണി കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അതാണ് ഈ ഒരു ഇൻഡൽജ് സ്യൂട്ടും എലഗൻ സ്യൂട്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇനി നമുക്ക് ഇവിടുത്തെ നെക്സ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള അതായത് ടോപ്പ് പ്രീമിയം കാറ്റഗറി ആയിട്ടുള്ള പ്രസിഡൻഷ്യൽ സ്യൂട്ട് എന്ന് പറയുന്ന കാറ്റഗറി റൂം എന്ന് കാണാം. ഇതാണ് പ്രസിഡൻഷ്യൽ സ്യൂട്ട് എന്ന് പറയുന്ന കാറ്റഗറി. ആക്ച്വലി ഈ ഒരു പ്രസിഡൻഷ്യൽ സ്യൂട്ട് എന്ന് പറയുന്ന കാറ്റഗറി നമ്മൾ നേരത്തെ കണ്ട ഇൻഡൽജ് റൂമില്ലേ, ഇൻഡൽജ് റൂമിൻ്റെയും അതേപോലെ തന്നെ എലഗൻ സ്യൂട്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ് പ്രസിഡൻഷ്യൽ സ്യൂട്ട്. ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഇൻഡൽജ് റൂം എന്ന് പറയുന്ന കാറ്റഗറി റൂമിനകത്താണ്. ഓക്കെ, ഈ ഒരു റൂമിനകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു പ്രൈവറ്റ് ബാൽക്കണി വരുന്നുണ്ട്. ഇതാണ് ഇൻഡൽജ് റൂമിൻ്റെ ബാൽക്കണി. നമ്മൾ നേരത്തെ കണ്ട സെയിം റൂം, സെയിം ബാൽക്കണി കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു റൂമിൻ്റെ. മെയിൻ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റൂമിൻ്റെ ബെഡ്റൂം സ്പേസിൽ നിന്ന് നമുക്ക് ഇൻ്റർ കണക്റ്റിംഗ് ആയിട്ടൊരു ഡോറുണ്ട്. അതായത് ഒരു എലഗൻ സ്യൂട്ടും അതേപോലെ തന്നെ ഒരു ഇൻഡൽജ് റൂമുമാണ് ഈ ഒരു പ്രസിഡൻഷ്യൽ സ്യൂട്ട് എന്ന് പറയുന്ന കാറ്റഗറി റൂമിൻ്റെ കോമ്പിനേഷൻ. ഇത് കണ്ടോ, സെൻട്രലിൽ നമുക്ക് ഒരു ഇൻ്റർ കണക്റ്റിംഗ് ഡോർ ഉണ്ട്. ഈ ഒരു ഡോറിന് നമുക്ക് സെപ്പറേറ്റ് കീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻ്റർ കണക്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ ഒരു ഡോർ ഇവർ ഓപ്പൺ ചെയ്ത് തരുള്ളൂ. സെപ്പറേറ്റ് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ, അതായത് ഒരു ഇൻഡൽജ് റൂമും അതേപോലെ തന്നെ ഒരു എലഗൻ സ്യൂട്ടും ആയിട്ടാണ് ഗസ്റ്റ് എടുക്കുന്നതെങ്കിൽ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 സെപ്പറേറ്റ് റൂംസ് ആയിട്ടാണ് ഇവർ കൊടുക്കുക. അതേപോലെ തന്നെ ഒരു ഫാമിലി ഒക്കെ ആയിട്ട് വരുവാണ്, ഒരു 5 പേര് 6 പേരൊക്കെ ഉള്ള ഒരു ഫാമിലി ആയിട്ട് വരുവാണ്, അവർക്ക് ഇൻ്റർ കണക്റ്റിംഗ് ആയിട്ടുള്ള റൂം വേണമെന്നൊക്കെയുള്ള റിക്വയർമെൻറ്റിൽ വരുവാണെങ്കിൽ അവർക്ക് എന്തുകൊണ്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്ഷനാണ് ഈ ഒരു പ്രസിഡൻഷ്യൽ സ്യൂട്ട് എന്ന് പറയുന്ന കാറ്റഗറി റൂം. നമ്മൾ ഇത്ര നേരം ഈ ഒരു പ്രോപ്പർട്ടിയിൽ റൂംസും കാര്യങ്ങളും ഒക്കെ കണ്ടു. ഇനി ഞാൻ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളും അതേപോലെ തന്നെ റൂഫ് ടോപ്പിലെ കാഴ്ചകളൊന്ന് കാണിച്ചു തരാം. ബാ, റൂഫ് ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. ഇത് ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടിലൻ വ്യൂ ആണ്. ഇവിടെ ഉച്ച സമയത്ത് വരുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ല നൈസ് വ്യൂ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു 6:30 7 o'clock എണീറ്റിട്ട് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ അടിപൊളിയാണ്. അതേപോലെ തന്നെ ഈവനിങ്ങും ആ ഒരു ടൈം ഒരു 5:30 6 o'clock ആ ഒരു നമ്മുടെ സൺസെറ്റില്ലേ, ആ ഒരു സൺസെറ്റിൻ്റെ ടൈമിലൊക്കെ മേലേക്ക് വന്ന് കയറി ഇരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസൊരു വൈബാണ് കേട്ടോ. നല്ല കിടിലൻ വ്യൂ ആണ്. അതേപോലെ തന്നെ ഒരു സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആതിരപ്പള്ളി വാട്ടർഫോളിൻ്റെ വ്യൂവും കിട്ടും. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ഒരു നൈറ്റ് വ്യൂ ആണ് കേട്ടോ. നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7:30 ആയപ്പോൾ ഉള്ളൊരു വിഷ്വലാണ് കേട്ടോ. ഇത് എന്ത് ഭംഗിയാണ് നോക്ക്, നല്ല നൈസൊരു വൈബാണ് കേട്ടോ ഈ ഒരു ഏരിയ
ഏരിയയിൽ നമ്മൾ വൈകുന്നേരം ടൈമിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് സ്പേസ്. നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഓപ്പൺ റെസ്റ്റോറൻറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഔട്ട്സൈഡ് റെസ്റ്റോറൻറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ മെയിൻ റെസ്റ്റോറൻറ്റ്. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുന്ന സമയത്താണ് ഒരു ഓപ്പൺ റെസ്റ്റോറൻറ്റ്. ഇതാണ്ടോ ഈ ഒരു ഡോറിൽ കൂടി നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പൺ റെസ്റ്റോറൻറ്റ് ആയി. ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഒരു റിവർ വ്യൂ കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും. ഈവൻ റെസ്റ്റോറൻറ്റിൻ്റെ അകത്താണെങ്കിലും 2 സൈഡ് വന്നിട്ട് ഗ്ലാസ് കവേർഡ് ആണ്. ജസ്റ്റ് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിവറിൻ്റെ വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഡിസൈനിങ്. പിന്നെ ഇവർ പുതിയൊരു കാര്യം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. നോർമലി നമ്മൾ ഏത് സ്റ്റെർലിംഗ് ഹോട്ടൽസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ ആയിരിക്കും. പക്ഷേ ഇവിടെ വന്നിട്ട് ഇവർ പുതിയൊരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബൊഫേ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള സിസ്റ്റം ഇവർ മാറ്റിയിട്ടുണ്ട്. കോൾഡ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് മാത്രമേ നമുക്ക് ബൊഫേയിൽ ഉണ്ടാവുകയുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഓൺ ഓർഡറാണ്. ഇഡ്ഡലി, ദോശ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൺ ഓർഡറാണ്. നമുക്ക് മെനു ഉണ്ട്. മെനുവിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സിസ്റ്റം. അപ്പോൾ സ്റ്റെർലിംഗ് ആതിരപ്പള്ളി റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആതിരപ്പള്ളി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു പ്രീമിയം റിസോർട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു റിസോർട്ടിൻ്റെ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ബുക്കിങ്ങിനും മറ്റ് ഡീറ്റെയിൽസിനുമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല ബെസ്റ്റ് റേറ്റ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്തിരുന്നതായിരിക്കും. പുതിയൊരു ഡെസ്റ്റിനേഷനിൽ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.